കരൂർ ദുരന്തം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടുകൾക്ക് വഴി തുറക്കുകയാണ്. കലങ്ങിമറിയുകയാണ് രാഷ്ട്രീയം. കരൂരിൽ കാലിടറിയ ഇളയ ദളപതി വിജയ് എൻഡിഎ മുന്നണിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയാണ് ചരടുവലികൾക്ക് നേതൃത്വം നൽകുന്നത്. ബിജെപിയെ പ്രത്യയശാസ്ത്ര ശത്രുവായി പ്രഖ്യാപിച്ച വിജയ് ബിജെപി പ്രബല ശക്തിയായ മുന്നണിക്കൊപ്പം ചേരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ കൗതുകം. നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ 2024 ഫെബ്രുവരി 2-നായിരുന്നു സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം. ഒക്ടോബറിൽ വിഴുപ്പുറത്തെ വിക്രവാണ്ടിയിൽ നടന്ന തമിഴക വെട്രിക്കഴകം സംസ്ഥാന സമ്മേളനത്തോടെ അരങ്ങേറ്റമായി. എന്തായിരിക്കും വിജയുടെ രാഷ്ട്രീയമെന്ന ചോദ്യങ്ങൾക്ക് വിരാമമിട്ട് DMK-യെ രാഷ്ട്രീയ എതിരാളിയായും BJP-യെ പ്രത്യയശാസ്ത്ര എതിരാളിയായും പ്രഖ്യാപിച്ചായിരുന്നു രംഗപ്രവേശനം. DMK-യെയും മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും കടന്നാക്രമിക്കുന്ന അതേ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP-യെയും തുറന്നെതിർത്തു. ഹിന്ദി അടിച്ചേൽപ്പിക്കൽ, മണ്ഡല പുനർനിർണയം, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കേന്ദ്ര നയങ്ങളെയെല്ലാം രൂക്ഷമായാണ് വിജയ് വിമർശിച്ചത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അടിവെച്ചടിവെച്ച് മുന്നേറിയ വിജയ്ക്ക് പക്ഷേ കരൂരിൽ കാലിടറി. വിജയ് നയിച്ച TVK പ്രചാരണ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരുടെ ജീവനാണ് ഇല്ലാതായത്. പ്രതിസന്ധിക്ക് മുന്നിൽ നേതൃപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനു പകരം വിജയ് ചെന്നൈയിലേക്ക് പറന്നെന്ന് ആക്ഷേപമുണ്ടായി. വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് തന്നെ ചോദ്യങ്ങളുയർന്നു. സമ്മർദ്ദത്തിലായ വിജയിയെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ NDA മുന്നണി ശ്രമം നടത്തുമെന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. എടപ്പാടി പളനിസ്വാമിയുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയെന്നും പൊങ്കലിനു ശേഷം തീരുമാനമറിയിക്കാമെന്ന് എടപ്പാടി പളനിസ്വാമിയെ വിജയ് അറിയിച്ചെന്നുമാണ് വിവരം. 2026 തിരഞ്ഞെടുപ്പ് DMK-യും TVK-യും തമ്മിലാകുമെന്ന് പ്രഖ്യാപിച്ച വിജയിയെ മുന്നണിയിലെത്തിക്കാനായാൽ വലിയ നേട്ടമാകുമെന്നാണ് NDA-യുടെ വിലയിരുത്തൽ. അപ്പോൾ പ്രത്യയശാസ്ത്ര ശത്രുവായി പ്രഖ്യാപിച്ച മുന്നണിയിലെ പ്രബലരായ BJP-യോട് വിജയ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കൗതുകമുണർത്തുന്ന രാഷ്ട്രീയ ചോദ്യമായി അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.